ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് iPhone 11 എന്ന് പറഞ്ഞ മോഡലാണ്. കംപ്ലയിൻറ്റ് എന്ന് പറയുന്ന സമയത്ത് സാധനം ഫുള്ളി ഡെഡ് ആയിട്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാൻ എന്നുള്ള രീതിക്ക് സാധനം ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് സാധനം ഫുൾ ഷോർട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ സെപ്പറേറ്റ് ചെയ്യാന്നുള്ള രീതിക്ക് തന്നെ നോക്കി. ഞാനിത് ഫുള്ളായിട്ടുള്ള വീഡിയോ ഓൾറെഡി എടുത്തിട്ടുണ്ട്, പക്ഷേ ചില സാധനങ്ങൾ എൻ്റെ അടുത്ത് കട്ടായി പോയി. അതാണ് മെയിനായിട്ട് ഇഷ്യൂ. ഇതെന്തായാലും നേരെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് ഷോർട്ട് കാര്യങ്ങൾ ഫൈൻഡ് ചെയ്ത് നേരെ വോൾട്ടേജ് കാര്യങ്ങൾ ഇഞ്ചെക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ചെറിയൊരു കപ്പാസിറ്റർ ഷോർട്ട് ഉണ്ടായിരുന്നു, ചെറിയൊരു ഐസിയും കൂടെ ഷോർട്ട് ഉണ്ടായിരുന്നു. ആ സാധനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ നേരെ എടുത്ത് അങ്ങോട്ട് ചേഞ്ച് ചെയ്ത് കപ്പാസിറ്റർ നേരെ തട്ടി എന്നിട്ട് പുതിയ കപ്പാസിറ്റർ കാര്യങ്ങളൊക്കെ ചേഞ്ച് ആക്കി കേട്ടോ. എന്നിട്ട് നേരെ ലെയർ കാര്യങ്ങളൊക്കെ പക്കയായിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ ക്ലീനിങ്ങും പക്ക മസ്റ്റായിട്ട്. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും എടുത്ത് പറയുന്നതിന് മെയിൻ റീസൺ വെച്ചാൽ എനിക്ക് ഇഷ്ടംപോലെ സെറ്റ് വരുന്നുണ്ട്. ഫുൾ അലമ്പായിട്ട് ഈ ക്ലീൻ ചെയ്യാണ്. ചിലത് കളിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷേ ക്ലീൻ ചെയ്യാണ്ട് ഫുള്ളായിട്ട് ഫ്ലക്സ് കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാനൊരു മടിയായിരിക്കും. ഇത് പക്കയായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തി ഉണ്ടാകും കാണാൻ. വേറെ ആൾ എടുക്കുന്ന സമയത്ത് അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് സർവീസ് കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ഫസ്റ്റ് തന്നെ ഇങ്ങനെ കാണുന്ന ഒരു അറപ്പൊന്നല്ല, ഒരിതാണ് ചെയ്യാൻ. ഇതിപ്പോൾ എന്തായാലും നേരെ നമ്മൾ ലെയർ കാര്യങ്ങളൊക്കെ റീബോൾ കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നതിന് ശേഷം നേരെ നമ്മൾ അതിൻ്റെ അപ്പർ ബോർഡിലെല്ലാം ഷോട്ട് നമ്മൾ ക്ലിയർ ചെയ്തിട്ട് അതേപോലെ തന്നെ വെച്ച് കുറച്ച് ഫ്ലെക്സ് ആക്കി നമ്മൾ ഇതേപോലെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് റിട്ടേൺ ഇനി വന്നു കഴിഞ്ഞാൽ സാധനം പക്ക ഫിറ്റിംഗ് എന്നുള്ളത് നമുക്ക് കൺഫേം ആണ്. എന്നിട്ട് നേരെ എടുക്കുക. ഇതിൽ ഞാൻ പക്കയായിട്ട് നല്ല രീതിക്ക് ക്ലീൻ ചെയ്യുന്നുണ്ട്. കാരണം ക്ലീനിങ് നമ്മൾ മസ്റ്റാണ്. ഇത് വേറെ സ്ഥലത്ത് കൊടുക്കുമ്പം ചിലപ്പോൾ ചോദിക്കും കസ്റ്റമറോട്, ഇത് എവിടെയും ലാസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന ഷോപ്പിലാണെന്ന് പറയുന്ന സമയത്ത് അത് തീരെ വൃത്തിയില്ലായിരുന്നു, ഇത് മര്യാദ ക്ലീൻ ചെയ്തിട്ടില്ല. ഒല്ലെങ്കിൽ പോട്ടെ, ആ വാങ്ങിക്കുന്ന ഷോപ്പുകാർക്ക് തന്നെ മൈൻഡിൽ വരും, ഇവിടെ കൊടുത്തിട്ട് ഈ ഒരു അവസ്ഥയാണല്ലോ. ആ ഒരു സംഭവം പറയിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞതല്ല. ഏതൊരു ടെക്നീഷ്യൻ ആണെങ്കിലും മസ്റ്റ് ക്ലീനിങ് അതെന്തായാലും വേണം. ഇതിപ്പം ഫസ്റ്റ് ടൈം അയക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്കയിൽ നമ്മൾ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഷോർട്ട് കാര്യങ്ങളൊക്കെ ഫൈൻഡ് ചെയ്തതിന് ശേഷം സാധനം ഫുള്ള് പേക്ക് ചെയ്ത് എന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ എടുത്ത് എന്നിട്ട് ഇനിയിപ്പോൾ എന്തായാലും ഡിസ്പ്ലേ കാര്യങ്ങൾ ഫുള്ള് പേക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ഓൾറെഡി നമ്മൾ ഷോർട്ട് കാര്യങ്ങളൊക്കെ ഫൈൻഡ് ചെയ്ത് ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് പവർ ബട്ടൺ പ്രസ് ചെയ്തില്ല, നേരെ ഡയറക്റ്റ് ചാർജ് ചെയ്യേണ്ടത്. ഈ 11 സീരീസിൽ നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഒന്നെങ്കിൽ ഐ സോക്കറ്റ് വേണം, അല്ലാന്നുണ്ടെങ്കിൽ ലോവർ ബോർഡ് വേണം. ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പവർ ബട്ടൺ വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ, അല്ലാണ്ട് ചാർജ് കണ്ടിയത് സാധനമാണോ. പക്ഷേ പവർ ബട്ടൺ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ഈ രണ്ടിൽ എന്തെങ്കിലും കാര്യം ചെയ്തു. ഇപ്പോൾ നമ്മൾ ഓൾറെഡി സാൻഡ്വിച്ച് ബോർഡ് കൊണ്ട് ഓൾറെഡി നമ്മൾ റീബോർഡ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ എന്തായാലും അതിൻ്റെ ടച്ച് കാര്യങ്ങളൊക്കെ ഫുള്ള് ചെക്ക് ചെയ്ത് സാധനം കാര്യങ്ങളൊക്കെ ഫുള്ള് ഓക്കെ ആയിട്ടുണ്ട്. നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെ ഫുൾ പക്കയാണ്. അപ്പോൾ ഇതുപോലെ ആൻഡ്രോയിഡ് ഐഫോൺ ആരെങ്കിലും എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിട്ട് ഏത് പ്രീമിയം മോഡലാണെങ്കിൽ ഏതാണെങ്കിലും കംപ്ലയിൻ്റ് ആയിട്ട് കുടുങ്ങി നിൽക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്തോളി. അപ്പോൾ നമ്മളെ നമ്പർ താഴെ ബയോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.